നല്ല സംഭവത്തിൽ സഹായത്തിനുള്ള ഉപകരണങ്ങൾ എത്തിച്ചു കൊടുക്കാൻ Love me back. I do. Honestly. Yes. Secretly, but honestly. No more secrets. ചേട്ടാ
വാങ്ങണം, മുണ്ടു മുറിക്കണം, കൂത്താലി കെട്ടിയിടണം. പൊന്നിൻ കൂത്താലി കെട്ടിയിടണം. കണിയല്ല കിളിവാലൻ കെട്ടിയില തിന്നെന്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം, എന്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം. എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്. കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. അമ്മച്ചിക്ക് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? എന്ത് ദിവസമാണെന്നറിയോ? എന്താ? വയോജനങ്ങളുടെ ദിനമാണ്, ലോക വയോജന ദിനം. അപ്പോൾ ഇത്രയും നാളത്തെ ജീവിതത്തിൽ അമ്മച്ചിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്? എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ, എന്തെങ്കിലും നല്ല ഓർമ്മകൾ. യാതൊരു കുഴപ്പമില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവുകൊണ്ടിരിക്കുന്നു. പിന്നെ പിള്ളേരാണെങ്കിലും മകന് 2 മക്കൾ, ഒരു മകൻ. പിന്നെ അവരാണെങ്കിൽ നമ്മളോടൊക്കെ വലിയ സന്തോഷമായിട്ടൊക്കെ പെരുമാറണം. ഒരു കുഴപ്പമില്ലാതെ ഇന്ന് വരെയൊക്കെ പോണ്. അപ്പോൾ അങ്ങനെ ഉള്ള എല്ലാ സാഹചര്യങ്ങളും ഈശ്വരൻ തരണമെന്ന് പറയാം. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇന്നുവരെ എനിക്കൊരു കുഴപ്പമില്ലാതെ ഞാനങ്ങനെ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ വടിയും കുത്തി പിടിച്ചുകൊണ്ട് നടന്ന് എല്ലാം ചെയ്യും. വെറുതെ ഇരിക്കുന്നതായിരുന്നു എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പണികൾ. അത് കാലത്തെ എഴുന്നേറ്റ് എനിക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ട്. അതും കഴിഞ്ഞേക്കും എല്ലാ പണിയും കഴിഞ്ഞു, കുളിയും കഴിഞ്ഞു, ചായ കുളിയും കഴിഞ്ഞു. കുളി വെള്ളം എല്ലാവരെയും കൊണ്ട് വെച്ച് തരും. പ്രശാന്ത് കൊണ്ട് വെച്ച് തരും. അതൊക്കെ കൊണ്ട് വെച്ച് മോൻ്റെ മോൻ പ്രശാന്ത്. മോനാണ് ഇങ്ങോട്ടേലും ചെയ്തുകൊണ്ടങ്ങനെ. മോൻ കോമളനെ നോക്കാൻ പോകുമ്പോൾ മുഴുവൻ ഇതൊക്കെ ചെയ്യും. ചെയ്ത് 2 മക്കൾ, എൻ്റെ മകന് 2 മക്കളുണ്ട്. അതുങ്ങൾ ഏത് രീതിയിലാണ് അവരെന്നോട് പെരുമാറുന്നത്, ഞാൻ അവരോട് പെരുമാറുന്നത് ദൈവത്തിന് മാത്രമേ നടത്തുന്ന ഒരു ഇത് നമുക്ക് ഉണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ചായ വരും, ചായ കുടിയും കഴിഞ്ഞ് അങ്ങനെ ഉറങ്ങും. ചായ കുടി കഴിഞ്ഞ് ഉറങ്ങുമോ? ചായ കുടിയും കഴിഞ്ഞാലൊരു 10 മണി 10:30 മണിയൊക്കെ, 10:30 മണി കഷ്ടിയാണ്. 10:30 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കിടക്കും. കിടന്ന് ചിലപ്പോൾ 12 മണി വരെയൊക്കെ കിടന്നുറങ്ങും. ആ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ ക്ഷീണം പോയപ്പം പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങനെ മുറ്റത്തിറങ്ങി ഇപ്പോഴത്തെ ജീവിതത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇപ്പോഴത്തെ ജീവിതത്തിനെ പറ്റി എന്ത് പറയാനാണ്? ഒരു സന്തോഷമില്ല, സമാധാനമില്ലാത്ത ജീവിതമാണ്. എന്താ സന്തോഷമില്ലാത്ത? ഇപ്പോഴല്ലേ സന്തോഷിക്കേണ്ടത്? വയ്യ. അത് ശരിയാ, വയ്യാണ്ടാവും. സംസാരിക്കാൻ വയ്യ, ഒന്നും എടുക്കാൻ വയ്യ, ഒന്നും എടുക്കാൻ പറ്റൂല. ഒരു ഗ്ലാസ് വെള്ളം പോയി എടുത്ത് കുടിക്കഴിഞ്ഞാൽ അപ്പുറത്തെ പാത്രം തട്ടിപ്പോവും. ബലമില്ലല്ലേ? അങ്ങനെയുള്ള സകല രീതിയിലും ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സഹകരണമുണ്ട്. കൂട്ടുകുടുംബമായിരുന്നു പണ്ട്. അത് തന്നെ, കൂട്ടുകുടുംബമായിരുന്നു. ഇന്നിപ്പോൾ ആ കൂട്ടുകുടുംബമൊന്നുമില്ല. എല്ലാം പിള്ളേരുള്ളവർ തന്നെ അടുത്തില്ല. ഇല്ല. അതിങ്ങടുത്തെന്ന് പറഞ്ഞാൽ അവരൊഴിക്കും. പിന്നെ അത്ര സ്നേഹമുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. വിധിയിൽ അങ്ങനെ വിധിയെ
പഴിച്ചിട്ട് നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കരുത്. കഴിയുന്നതും ചെറുപ്പകാലത്തുള്ള ആ ഓർമ്മകളില്ലേ, ഓർമ്മകൾ, അത് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അയവിറക്കി എനിക്ക് ആരോഗ്യമുണ്ടെന്ന് മനസ്സിൽ സ്വയം ആരോഗ്യം വരുത്തി മാനസികമായിട്ടുള്ള ഒരു സന്തോഷം നമ്മൾ തന്നെ ഉണ്ടാക്കണം. അല്ലാണ്ട് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കരുത്. നമ്മൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ നല്ലപോലെ ഇരിക്കണം. നമ്മൾ സ്വയം വരുത്തണം ആ മനസ്സിൻ്റെ സന്തോഷം. അതൊക്കെയാണ് ജീവിതം. അല്ലാതെ മറ്റുള്ളവർ നമ്മളെ താലോലിച്ചിരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട. കുട്ടികൾക്കൊന്നും അതിന് നേരെയില്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ജീവിതം അങ്ങനെയാണത് ഇപ്പോഴത്തെ തലമുറ. അപ്പം അങ്ങനെ ദുഃഖിക്കരുത്. ഞാൻ വയസ്സായിപ്പോയല്ലോ, ഞാനിനി എന്ത് ചെയ്യും, അങ്ങനെയൊന്നും ഓർത്ത് ദുഃഖിക്കരുത്. അതൊക്കെ ശരി തന്നെയാണ്, കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ വേറൊരു കാര്യം, മനസ്സ് നമ്മൾ ഫ്രഷ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലിയെടുക്കാൻ തന്നെ ആയിക്കോളും. നമ്മൾ സുഖമില്ലെന്ന് പറഞ്ഞിരുന്നാൽ അങ്ങോട്ട് സുഖമില്ലാണ്ടായി തന്നെ പോകും. കുറേയൊക്കെ അസുഖം നമുക്ക് അത് നമ്മൾ വകവെക്കരുത്. ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞ് വീഴൊന്നും ചെയ്യരുത് കേട്ടോ, ഓടിപ്പിടിച്ച് നടന്ന്. അല്ല, ഞാൻ പറയുകയാണ്, സന്തോഷിക്കണം. അപ്പം അങ്ങനെ ഒരു നിരാശയാണല്ലേ. അപ്പോൾ നിരാശയൊന്നും വേണ്ട കേട്ടോ. കുറച്ച് നേരമെങ്കിലും ഇപ്പോൾ സന്തോഷിക്കും. ഇപ്പോൾ ഇവരിവിടെ കൂടിയിരിക്കുന്നത് സന്തോഷിപ്പിക്കാനായി. ഓക്കെ, എന്നാൽ അമ്മച്ചി ഒരു പാട്ട് പാടട്ടോ. പാടിക്കോ. ആ നല്ല ദിവസം ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ പാട്ട്. നല്ല പാട്ടൊന്നും ആവില്ല. നല്ല പാട്ട് ഞങ്ങൾക്കെല്ലാം നല്ലതാണ്. എന്തെങ്കിലുമൊക്കെ പാടാൻ പറ്റണത്. ഇവിടെ ഒരാൾക്കും പാടാൻ പറ്റണില്ല പാട്ടുകാരിയായിട്ട്. അപ്പോൾ അമ്മച്ചിക്ക് പാടാൻ പറ്റുന്നുണ്ടേ പാടിക്കോ, അതൊരു കുഴപ്പമൊന്നുമില്ല. പാടിക്കോ കേട്ടോ. പാടിക്കോട്ടോ. ഇത്രയൊക്കെ പാടാൻ പറ്റിയല്ലോ, പിന്നെന്താ സന്തോഷമല്ലേ ആ പാടാനൊക്കെ കഴിഞ്ഞതിൽ. പിന്നെന്ത് വേണം? ഈ ദിവസമൊക്കെ സന്തോഷിക്കുക, ഈ ദിവസമെങ്കിലും സന്തോഷിക്കുക. വീട്ടിൽ ചെന്നാൽ വേറെ കാര്യം ആലോചിച്ചിരിക്കുമെങ്കിൽ ഇപ്പോഴെങ്കിലും സന്തോഷിക്കുക. ഐഷാജി എന്ത് പറയണ്? ഡാൻസ് ഒരു ഡാൻസാ. മെട്രോന്റെ ഡാൻസ് ഒന്ന് ചെയ്താലോ? രാജു പിന്നെ പാട്ടുകാരനല്ലേ, പാട്ട് എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഇവരെല്ലാം സന്തോഷിക്കട്ടെ, ഞങ്ങളെല്ലാവരും സന്തോഷിക്കട്ടെ. ദൂരെ ദൂരെ സാഗരം തേടി പൂക്കുവയിൽ പൊന്നാളം ഈറനായി നിലാവിൻ നിഴലും താനേ തെളിഞ്ഞരാവും. ഈറനായി നിലാവിൻ നിഴലും താനേ തെളിഞ്ഞരാവും. തേടി പൂക്കുവയിൽ പൊന്നാളം. മഴ നീക്കും
നന്മണിച്ചിത്തിയെ പോലെ നന്മണിച്ചിത്തിയെ പോലെ മഴനീർത്തുള്ളിയെ മുത്തായി മാറ്റും നന്മണിച്ചിത്തിയെ പോലെ നന്മണിച്ചിത്തിയെ പോലെ നറുനെയ് വിളക്കിനെ താരകമാക്കും സാമഗനങ്ങളെ പോലെ സാമഗനങ്ങളെ പോലെ ദൂരെ ദൂരെ സാഗരം തേടി പൂക്കുവയിൽ പൊന്നാളം ആശാക്കമ്പളം താമര നൂലാൽ നെയ്യുവതാരാണോ ആശാക്കമ്പളം താമര നൂലാൽ ഒരു സാന്ത്വനത്തിന്റെ മൗനമോ ഒരു സാന്ത്വനത്തിന്റെ മൗനമോ പഞ്ചവർണ്ണ ദൂരെ ദൂരെ സാഗരം തേടി പൂക്കുവയിൽ പൊന്നാളം ഈറനായി നിലാവിനിതളും താനേ തെളിഞ്ഞരാ ഈറനായി നിലാവിനിതളും താനേ തെളിഞ്ഞരാവും ദൂരെ ദൂരെ സാഗരം തേടി പൂക്കുവയിൽ പൊന്നാളം ഓക്കെ, താങ്ക് യു. ദൂരെ ദൂരെ സാഗരം തേടി പൂക്കുവയിൽ പൊന്നാളം ഈറനായി നിലാവിനിതളും താനേ തെളിഞ്ഞരാ ഈറനായി നിലാവിനിതളും താനേ തെളിഞ്ഞരാവും ദൂരെ ദൂരെ സാഗരം തേടി പൂക്കുവയിൽ പൊന്നാളം ഓക്കെ, താങ്ക് യു.